ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. MES കോളേജ് എടത്തലയാണ് നിൽക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കോളേജാണ് കേട്ടോ. പിള്ളേര് വന്നപ്പോ തൊട്ടേ കൗണ്ടർ പറഞ്ഞ് ഒരു രക്ഷയില്ല. കാരണം ഇത് കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ ഭരണ പ്രദേശമാണെന്ന് എനിക്ക് തോന്നുന്നു. പെൺകുട്ടികൾ മാത്രമാണ് കൂടുതൽ, ആൺകുട്ടികളും ഉണ്ട്. പക്ഷെ ആൺകുട്ടികളും ഉള്ള അളവിൽ ഒന്നിൽ മെച്ചം തന്നെയാണ് ഇവിടെ ഉള്ളവർ കേട്ടോ. സാധാരണ നമ്മൾ കോളേജുകളിൽ ചെല്ലുമ്പോഴത്തേന് പൂഴ്ത്തി പറയാറുണ്ട് ഒരുപാട് സുന്ദരന്മാരും ഒരുപാട് സുന്ദരികളുമുള്ള കോളേജാണ് ഇവിടെ എന്നൊക്കെ ചെറിയ ബൂസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സുന്ദരികൾ മാത്രമുള്ള കോളേജാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞത് MES കോളേജ് എടത്തലയിലാണ് നമ്മൾ നിൽക്കുന്നത്. തട്ടമിട്ട ഒരുപാട് പെൺകുട്ടികൾ കൂടുതലുള്ള സ്ഥലമാണ്. എന്താണ് പേര് മോളെ? നൗറിൻ. എന്താ പേര്? സുഹാന. ജമീല. റാഷിദ. സുൽഫാന. നസ്രിൻ. മെഹജാന പാട്ട് പാടും അല്ലേ? എനിക്കറിയാം അല്ലേ? പാടൂലേ? പാടും, എനിക്കറിയാം. ഒരു ഇളക്കി ഇവിടെ ഒന്ന് ഇളക്കി മറിച്ച് തുടക്കമല്ലേ നമുക്ക് നല്ല പാട്ട്. റെഡി? അറബ് നരാ അമരസുരാ അരിനജ സുദിനംഗ ചിത്രപുപ്പച്ചം അകത്തുത്തിട്ടാനേ മഹകലഗ അനുദിന കാദിർ ബാദിൽ പട സ്വഹാബുകൾ അനുദിന കാദിർ ബാദിൽ പട സ്വഹാബുകൾ സിംഗകൾ ബർക്കപ്പത്ത് അഴവി തിപ്പെട്ടാനെ കുരിശികൾ ഹലരിലെ നല്ലരിലെ ഇരഹര ഹരിഹരനന്ദം. ഓക്കെ, ഏത് ഭാഷയാണ്? അറബി മലയാളം. ഓക്കെ, വെരി ഗുഡ്. അറബി പിന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ ഇവിടുത്തെ ചുണക്കുട്ടന്മാരെ കണ്ടോ? എന്താ പേര്? അജ്മൽ. എന്തിനാ പഠിക്കുന്നത് ഇവിടെ? ഫസ്റ്റ് ഇയർ BBA. നിങ്ങൾ എത്ര ആൺകുട്ടികളുണ്ട് ഇവിടെ നിങ്ങളുടെ ക്ലാസ്സില്? 20, 22, 24, 24. ഇവിടുത്തെ പെൺകുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണ് പ്രത്യേകത? വലിയ ഗെയിമൊന്നും അതാണ്. നമ്മുടെ റേഞ്ചിലൊന്നും ആരും എത്തിയിട്ടില്ല. അതാണ് കേട്ടല്ലോ. ഓക്കെ, എന്താ മോടെ പേര്? അനഘ. ഏത് ക്ലാസ്സിലാ? MCom ഫൈനൽ ഇയർ. എങ്ങനെയുണ്ട് പഠനമൊക്കെ? കുഴപ്പമില്ല, ഗംഭീരമാണ്. ഓക്കെ, ഇവിടെ ആരാണ്? പേരെന്താ? ശാരിക. ഞാൻ പേടിച്ചിരിക്കുന്നേ. ഉമ്മറിന്റെ കൂട്ടൊക്കെ നിൽക്കുന്നേ. എന്താ പേര്? ശാരിക. ഓക്കെ, എന്താ പേര്? ശ്രുതി. എവിടെ വീട്? ആലുവയിലാണ്. വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിങ്ങനെ വന്ന് ഒരു പരിപാടിക്ക് വിളിച്ചു. ഞാൻ വെറുതെ നിന്നുള്ളൂ, അല്ലാതെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല അല്ലേ? എന്താ പേര്? അനുജ. ഇതാണ് ഇത്രയും പെൺകുട്ടികളുടെ ഇടയ്ക്ക് ഒരു പുരുഷൻ. പേരെന്താ? പ്രിൻസ്. ഉപചാരങ്ങളുടെ രാജകുമാരൻ അല്ലേ? ഇതാരാണ് സുന്ദരിക്കുട്ടി? ശില്പയുടെ വീട് എവിടെയാ? കോതമംഗലം. ഡാൻസ് ചെയ്യോ? കളിക്കണ്ട, ചോദിച്ചോളൂ. ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, ചവിട്ടുനാടകം ഒന്നുമില്ല. പാട്ട് പാടോ? ഒന്നും ചെയ്യില്ല. ഞാനൊന്നും ചെയ്യൂല. പഠിക്കോ? നന്നായിട്ട് പഠിക്കോ? അതുമില്ല. എന്താ മോടെ പേര്? കൃഷ്ണപ്രിയ. എവിടെ കൃഷ്ണപ്രിയ? വീട് എന്തെന്ന്? ഇതാരാണ്? റീജ. എന്ത് ചെയ്യുന്നു? ബിഎഡ് കംപ്ലീറ്റ് ആയോ? എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയാണ് മൊത്തത്തില്? അടിപൊളി കോളേജ് ആണല്ലേ? അപ്പൊ കേട്ടല്ലോ, അടിപൊളി കോളേജാണ് നമ്മുടെ. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പറിന് ഇവിടെ ഒരു ഷോ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ നമുക്കിതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കണം. അത് മാത്രമാണ് നമ്മുടെ വിഷയം. സി കേരളം സൂപ്പർ ബമ്പറിൽ കളിക്കുവാനായി 5 കണ്ടസ്റ്റന്റിനാണ് നമുക്ക് ഇവിടുന്ന് റെഡിയാക്കി നമ്മൾ നിർത്തിയിട്ടുള്ളത്. MES കോളേജ് എടത്തലയിലെ ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളുമായിട്ടുള്ള 5 പേരെയാണ് നമ്മളിവിടെ റെഡിയാക്കി നിർത്തിയിട്ടുള്ളത്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് 5 കണ്ടസ്റ്റന്റിനെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ ഇവരാണ് 5 പേർ.
അപ്പോ ഇവരാണ് ഈ ഗംഭീര താരങ്ങള് അല്ലേ? എന്താണ് പേര്? ഷഹൻഷാ. ഷഹൻഷാ. എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ ബികോം. ഫസ്റ്റ് ഇയർ ബികോം. എങ്ങനെയാണ് പഠിക്കാൻ ഇഷ്ടമായിട്ട് വന്നാണോ അതോ ചെറുതെ വന്ന് കിട്ടിയത് കിട്ടിയത് ഇവിടെയാണോ? അല്ലേ എങ്ങനെ കോളേജ് എങ്ങനെയുണ്ട്? കോളേജ് കുഴപ്പമൊന്നുമില്ല, നല്ല കോളേജ്. നല്ല കോളേജ്. പെൺകുട്ടികള് കൊടുത്ത് പോരാ? കുഴപ്പമൊന്നുമില്ല. പേരെന്താണ്? സുൽഫിക്കർ. സുൽഫിക്കർ എന്ത് ചെയ്യുന്നു ഇവിടെ? ഞാൻ സെക്കൻഡ് എം കോം പഠിക്കും. സെക്കൻഡ് എം കോം. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ജീവിതം ഇപ്പൊ സന്തോഷമാണ്. അത് പറയുമ്പോഴും അല്ലേ, ജീവിതം ഇപ്പൊ സന്തോഷമൊക്കെയാണ്. പണ്ട് പക്ഷേ സന്തോഷമായിട്ടൊരു സമയത്ത് ആരോ തേച്ചിട്ട് പോയി. പക്ഷെ ഇപ്പോഴും കുഴപ്പമില്ല, അത് ഓർമ്മ ഇങ്ങനെ നിലനിൽക്കുക. ചെറുതായിട്ടുണ്ടല്ലേ? അപ്പോഴേ പഴയത് നമ്മൾ ഓർക്കാൻ താല്പര്യപ്പെടുന്നേ ഇല്ല. പുതിയത് ഓർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? പുതിയത് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയതിനെ ഓർത്ത് നമുക്കൊരു പുതിയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്ക് നല്ലൊരു പാട്ട് പാടാം അല്ലേ? ഓക്കെ, ഒരു നല്ല പാട്ടാണ്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാ. റെഡി? പൊന്നെ പൂവേ കരളേ എന്റെ കൽബിനുള്ളിലെ മോളെ, പൊന്നെ പൂവേ കരളേ എന്റെ കൽബിനുള്ളിലെ മോളെ, പുന്നാരത്തെ നല്ല മോളെ, നീ സുനൈന പഞ്ചാര മോളല്ലേ ബാബേ. എന്റെ പൊന്നെ ഇതാരാ? റുക്സാന. എവിടെ വീട്? കൊല്ലത്ത് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഇത്താത്ത, ഉമ്മച്ചി, വാപ്പ. ഇത്താത്ത, ഉമ്മച്ചി, വാപ്പ. ഇവിടെ എത്ര ആളായി പഠിക്കുന്നു? ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഇയർ വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ വന്നപ്പോ തന്നെ ഇങ്ങനെയാണ്. ലാസ്റ്റ് ഇയർ ആവുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഓക്കെ, അപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ വെച്ച് കഴിച്ചാൽ നമുക്ക് നോക്കാം. ആജി പിടിച്ചോ. കറുപ്പാര കണ്ണഴകി കലൈവാര പെണ്ണഴകി കനൽ വീസും കാട്ടഴകി ഇമയാലും ചെമ്പകമേ അരൈപ്പട്ട പൊട്ടഴകി അലങ്കാര പേച്ചഴകി ഇമയാലും ചെമ്പകമേ. ഓക്കെ, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. എന്താ പേര്? അയന എന്നല്ല. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ ബികോം ടാക്സ്. ഓക്കെ, എങ്ങനെയുണ്ട് പഠനം? അടിപൊളിയായിട്ടൊക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, മമ്മ, അബി, പിന്നെ അമ്മുമ്മ. പപ്പ, മമ്മി, ഹനിയൻ, അബി. ഓക്കെ. പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടും. രണ്ടുപേരും കിച്ചലോ പാടിക്കോ. കിളിമൊഴികൾ അലയാടി ഒരു വർണ്ണ കനവെഴുതി കളിവാക്കുകൾ കുളിരായി നീ കാതിൽ മൂളും നേരം മഴമുകിലിൻ നിറമെഴുതി തൂമഞ്ഞിൻ നനവായി രാഗങ്ങൾ നിറമെഴുതി നീ വെരി ഗുഡ്. അടുത്ത ആള് എന്താ മോളെ പേര്? മിഷേൽ. മിഷേൽ. ഓക്കെ, വീട് എവിടെയാന്ന് പറഞ്ഞ്? പൂക്കാട്ടോടി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ. സംഗീതത്തിൽ താല്പര്യമുണ്ടോ? അത്രയില്ല. അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നവരാണ് ഇതിലേക്ക് എൻട്രി ആവുന്നത്. ഉത്തരം അറിയാവുന്നവർ ആദ്യം കൈവക്കണം, പുറത്തുനിന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ജയസൂര്യ അഷ്ടമൂർത്തി എന്ന കഥാപാത്രം ഏത് സിനിമയിലാണ് അവതരിപ്പിച്ചത്? എന്നെ ഇവിടെ കൊല്ലാൻ വരുവാണോ? ആരാണ് ആദ്യം പറഞ്ഞത്? ഞാൻ. പറയൂ, ഏത് സിനിമയിലാണ്? സ്വപ്നക്കൂട്. തീർച്ചയായിട്ടും ശരിയാണ്. പേര് പറയൂ. റുക്സാന. ജയസൂര്യ അഷ്ടമൂർത്തി എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ചത് സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലാണ്. അടിപൊളി. യെസ്, സ്വാഗതം ചെയ്യാം റുക്സാനയെ തീർച്ചയായിട്ടും സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. റുക്സാനെ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? മീറ്റ് റോള് ഇഷ്ടാ. റുക്സാനെ, അപ്പൊ നമുക്ക് കളി തുടങ്ങാം. ഇവിടെ റുക്സാനയ്ക്കായിട്ട് ഒരു പണപ്പെട്ടിയുണ്ട്, ഒരു പണിപ്പെട്ടിയുണ്ട്. പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ പണിപ്പെട്ടിയിൽ നിന്ന് പണി ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ പണിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ റുക്സാനയ്ക്ക് പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടുകയുള്ളൂ. ഏത് പെട്ടി വേണം? പണിപ്പെട്ടി മതി. അതെ, പണിപ്പെട്ടിയിലേക്കാണ് ഊന്നി നിൽക്കുന്നത്. ഏതായാലും പണിപ്പെട്ടിയിൽ നിന്നുള്ള പണി ഏതാണെന്ന് അറിയാം. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ പ്രോഗ്രാമിന്റെ നിബന്ധനകൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്.
രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. റുക്സാന, അപ്പൊ നമുക്ക് ഏതാണ് നോക്കാം. റുക്സാനയ്ക്കുള്ള പണി റുക്സാനയെ കാത്തിരിക്കുന്ന സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് മേൽക്കൈ. അപ്പോ ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വിരലിന്റെ മുകളിലും 2 ബോൾ വെച്ച്, ഈ ഗ്യാപ്പിൽ 2 ബോൾ വെച്ച് മൊത്തം 7 ബോളുകൾ ഒരു കയ്യിലും അതുപോലെ തന്നെ ഈ കയ്യിലും 7 ബോൾ. ആ 7 ബോൾ ആ ബാസ്കറ്റിൽ നിക്ഷേപിക്കുക. 120 സെക്കൻഡ് ആണ് സമയം. ടോട്ടൽ 14 ബോൾ 2 തവണ കൊണ്ടുപോയി ആ ബാസ്കറ്റിൽ നിക്ഷേപിക്കുക. 28 ബോൾ ഉണ്ടാവണം ടോട്ടല്. താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഗെയിം ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങുമല്ലേ? റെഡി റുക്സാന, സ്റ്റാർട്ട്. ഓക്കെ, 120 സെക്കൻഡ് ഉണ്ട് സമയം. സാവധാനം ചെയ്താൽ മതി, ശ്രദ്ധിച്ച്. ഓ, വെരി ഗുഡ്. ആണ് പോയി മൊത്തം പോയി. 2 4 6 7 2 3 5 പോയി. ശ്രദ്ധിച്ച് സപ്പോർട്ട് ചെയ്യൂ. യെസ്, 7 വളരെ സ്ലോയിൽ ശ്രദ്ധിച്ച്. യെസ്, ഒരെണ്ണം കൂടി അതുപോലെ. സമയം ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. 120 സെക്കൻഡ് ഉണ്ട് സമയം റുക്സാനയ്ക്ക്. വളരെ ശ്രദ്ധിച്ച് കളിക്കുന്നുണ്ട്. ഓക്കെ, കയ്യടിയില്ല. സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം അധികമില്ല. റുക്സാനയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 120 സെക്കൻഡാണ് നമ്മുടെ ടോട്ടൽ സമയം. റുക്സാന ജയിക്കണം. സാവധാനം ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. ഓ, സ്വീകരണം. ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി. 1000 രൂപയുടെ സമ്മാനം റുക്സാന. റുക്സാന, 1000 രൂപ കിട്ടിയിരിക്കുകയാണ്. സി കേരള സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയാണ് റുക്സാന. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ലായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഒരു മീറ്ററോള് കിട്ടിയാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് കഴിക്കും. അപ്പൊ ഇത്ര വിശപ്പ് തോന്നുന്നുണ്ടല്ലേ? ഇല്ല. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. റുക്സാന 2000 രൂപയുടെ ഗെയിം കളിക്കാൻ വേണ്ടി തയ്യാറാണോ? തീർച്ചയായിട്ടും തയ്യാറാണ്. ഏതായാലും അതിനു മുന്നേ നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. റുക്സാനയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. 1000 രൂപ റുക്സാനയ്ക്ക് കൊടുക്കാനുണ്ട്. ഏതായാലും ആ കടമൊക്കെ തീർക്കാം അല്ലേ? തീർച്ചയായിട്ടും. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയിക്ക് സി കേരളം സൂപ്പർ ബമ്പറിന്റെ 1000 രൂപ സമ്മാനം. ഓക്കെ, അടുത്ത ഗെയിമിലേക്ക് പോകാം. 2000 രൂപയുടെ ഗെയിമാണ് അടുത്തായി കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിമാണ് 2000 രൂപയുടെ ഗെയിം. ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ ഉറപ്പായ സമ്മാനം റുക്സാനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, വന്നോളൂ റുക്സാന. ഈ ഗെയിമിന്റെ പേര് സ്പൂൺ റേസ്. സ്പൂൺ റേസ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് കുറേ മുട്ട, കളറുള്ള മുട്ട ഉണ്ട്. അപ്പൊ ഈ മുട്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പൂണ് കടിച്ചു പിടിച്ചിട്ട് ഈ സ്പൂണിനകത്ത് ഓരോ മുട്ടയെടുത്ത് ഈ വൈൻ ഗ്ലാസ്സിൽ വെക്കുക. 5 വൈൻ ഗ്ലാസ് ഉണ്ട്. 5 വൈൻ ഗ്ലാസും ഫില്ല് ചെയ്യണം മുട്ട കൊണ്ട്. 100 സെക്കൻഡ് റുക്സാനയ്ക്ക് സമയമുണ്ട്. അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. റുക്സാനയാണ് മത്സരിക്കുന്നത്. സ്പൂൺ റേസ് ഗെയിം ഷോട്ട്. 100 സെക്കൻഡിനുള്ളിൽ 5 മുട്ടകളാണ് വൈൻ ഗ്ലാസ്സിൽ വെക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ശ്രദ്ധിച്ചു മോളെ, ശ്രദ്ധിച്ച്. ഓ ഓ യെസ്, നല്ല കൈയടി. നന്നായിട്ട് രക്ഷപ്പെടോ? അറിയില്ല, 2 വെച്ചിട്ടുണ്ട്. രക്ഷപ്പെടോ? രക്ഷപ്പെടും. പതിയെ മോളെ, പതിയെ. ഓ ഓക്കെ, ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്. പെൻഗുന്റെ മുട്ടയാണെന്ന് തോന്നുന്നു അല്ലേ? ഒരൊറ്റ മുട്ട കൂടി വൈറ്റ് ഗ്ലാസിൽ വെക്കാനായി റുക്സാന റെഡി ആയിട്ട് നിൽക്കുകയാണ്. റുക്സാനക്കി യെസ്. 100 സെക്കൻഡിനുള്ളിൽ 5 മുട്ടയായിരുന്നു വെക്കേണ്ടത്. തീർച്ചയായിട്ടും റുക്സാന ജയിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഗെയിമിൽ 2000 രൂപയുടെ ഗെയിമിൽ 3000 രൂപയുടെ എൻട്രി ഗെയിമിൽ റുക്സാന ജയിച്ചിരിക്കുകയാണ്. അടിപൊളി, സൂപ്പർ. റുക്സാനെ ഗംഭീരമായിട്ട് ചെയ്തല്ലേ? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. താഴെ പോകുന്ന ഓർത്തോ? വിചാരിച്ചു, പക്ഷെ പോയില്ല. ഏതായാലും സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. അടുത്ത ഗെയിമിലേക്ക് പോകാം. റുക്സാനയ്ക്കുള്ള അടുത്ത ഗെയിം 3000 രൂപയുടെ ഗെയിമാണ്. ഈ കളിയിൽ ജയിച്ചാൽ ഉറപ്പായിട്ടുള്ള സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഗെയിമിന്റെ പേരാണ് ചൂണ്ടച്ചാർത്ത്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. റുക്സാനയ്ക്കായിട്ട് ഞാൻ ഇവിടെ ഒരു ചൂണ്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചൂണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ബാത്ത് സ്ക്രബ്ബർ ഇരിപ്പുണ്ട്. ചൂണ്ടയിൽ ഓരോന്നായിട്ട് കൊളുത്തിയിട്ട് ഇവിടെ കണ്ട സൂചി കണ്ടോ? ഈ സൂചിയിൽ കൊണ്ടുപോയി അത് കോർത്തിടണം. 2 മതി. 80 സെക്കൻഡ് ഉണ്ട് സമയം. 80 സെക്കൻഡിനുള്ളിൽ 2 സ്ക്രബ്ബർ ഈ സൂചിയിൽ കൊണ്ടുപോയി കോർത്തിടുക. ഇവിടെ നിന്ന് ചെയ്യണം. റെഡിയല്ലേ? അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റുക്സാനയാണ് മത്സരിക്കുന്നത്. 3000 രൂപയുടെ ഗെയിമാണ്. അപ്പൊ ഗെയിം സ്റ്റാർട്ട്. റെഡി? യെസ്. പറ്റുമ്പോളെ ശ്രദ്ധിച്ചിട. ഓക്കെ, അടുത്തത് ചൂണ്ട. റെഡി?
ശ്രദ്ധിച്ച് 3000 രൂപയുടെ ഗെയിമാണ്. റെഡി നടക്കാം. അടുത്തെത്തിയിട്ടുണ്ട്. 3000 രൂപയുടെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. ഉറപ്പുള്ള 3000 രൂപയുടെ സമ്മാനം റുക്സാന. തീർച്ചയായിട്ടും റുക്സാനയ്ക്ക് വീണ്ടും 1000 രൂപ കൊടുത്തിരിക്കുകയാണ്. 1000 രൂപയുടെ കൂടെ 2000 രൂപ സി കേരളം സൂപ്പർ ബമ്പറിന് വകയായി 3000 രൂപ സമ്മാനം. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. റുക്സാന 3000 അടിച്ചു മാറ്റി അല്ലേ? മാറ്റി ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. രക്ഷപ്പെടുമെന്ന് പെട്ടുപോകും തന്നെ ഓർത്ത അല്ലേ? അതെ അതെ. എന്തോ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഭാഗ്യം. എന്തായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? 5000 രൂപയുടെ ഗെയിമാണ്. 5000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോ റുക്സാനയ്ക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നല്ലേ മുഖത്ത്? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്ത് കിട്ടുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടം? അങ്ങനൊന്നുമില്ല. മുമ്പേ പറഞ്ഞ ഇഷ്ടമുള്ള സാധനം എന്തായിരുന്നു? മീട്രോള്. എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. നമുക്ക് ഗെയിം കളിക്കണം, പൈസ വാങ്ങണം, ഗെയിം തീർക്കണം, പോയി മീട്രോള് കഴിക്കണം അല്ലേ? അത്രേ ഉള്ളൂ. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാം. നമുക്ക് നോക്കാം. നോക്കിയോളൂ. അതെ, നമ്മുടെ അടുത്ത ഗെയിമിന്റെ പേരാണ് കുബേർ കുഞ്ചി. കുബേർ കുഞ്ചി എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ? ഇത് ഹോട്ടലിലൊക്കെ നല്ല വണ്ണമുള്ള ഒരാൾ തലയെ കേട്ടിരിക്കുന്നത്, അതാണ് കുബേർ കുഞ്ചി. ഗെയിം എന്താണെന്ന് വെച്ചാൽ കുബേർ കുഞ്ചി നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. ചിലപ്പോ അതുപോലെ ബർമുടയിട്ട് നിൽക്കും. അപ്പോ എന്തായാലും നമ്മുടെ ഗെയിം കുബേർ കുഞ്ചിയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? മീട്രോള്. അപ്പോ ഒരു നിശ്ചിത സാധനം തരും. മീട്രോളാണ് തരാൻ പോകുന്നത്. അപ്പോ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, അതായത് 60 സെക്കൻഡിനുള്ളിൽ മീട്രോള് കഴിച്ചു തീർക്കുക. ഓക്കെ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ കുട്ടികളുടെ തന്നെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു മധുര പൊന്നലനെ ഒരു പൊന്നലനെ അതിനെ ജലസേകരം നയനമദനമൃതം ചിരിമണികൾ ചെറുകിളികൾ മേഘതീരമൊഴുകി വരും ചായൽ ഒരാവേശം ഒന്നാകുവാൻ മലരേ ഒരു മധുരാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ല പൂവിരിക്കൂ അതിലായിരമായൊരു പൊന്നലനെ ഇവണ്ടു ഞാൻ ഇവണ്ടു ഞാൻ.
നദികളുതിരുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമൊഴുകിയൊരു കാവ്യസംഗീതം എന്തൊരുന്നാദം എന്തൊരാവേശം ഒന്നു പുൽകാം ഒന്നാകുവാൻ മലരേ ഒന്നാകുവാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങും കുടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവലനെയും തേൻകൊണ്ടു ഞാൻ. അപ്പോ നമ്മുടെ കുബേർ കുഞ്ചി എന്ന് പറയുന്ന ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റുക്സാനയ്ക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും അഭിലാഷമുള്ള കാര്യമാണ്, ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മീറ്റ് റോൾ. ഇനി മുതൽ റുക്സാന നമ്മളെ ഈ കോളേജിൽ മീറ്റ് റോൾ എന്ന പേരിൽ അറിയപ്പെടും. അയ്യോ വേണ്ട, അല്ല അത് എടുത്തു കഴിഞ്ഞു, ജനങ്ങൾ എടുത്തു കഴിഞ്ഞു, കൈയടിച്ചേ. യെസ്, എന്തായാലും ഗെയിമിന്റെ നിയമം ഇതാണ്. 60 സെക്കൻഡിനുള്ളിൽ 5 മീറ്റ് റോളാണ് റുക്സാന കഴിക്കേണ്ടത്, തൊണ്ടയിൽ കുടുങ്ങി പോകാതിരിക്കാൻ. ഇവിടെ വെള്ളമിരിപ്പുണ്ട്. ഏതായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേര് കുബേർ കുഞ്ചി. ഗെയിം സ്റ്റാർട്ട്. കൈയടിക്കൂ, കൈയടിക്കൂ നന്നായിട്ട്. ആസ്വദിച്ച് കഴിക്കാൻ സമയമില്ല. ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. റെഡി റെഡി, ആ കഴിച്ചോളൂ. പകല് മുഴുവൻ ആഞ്ഞു പിടിച്ചോ. ഒരെണ്ണം പോലും കഴിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ തോറ്റാൽ ഈ കുട്ടി ഏത് പേരിൽ അറിയപ്പെടും? മീറ്റ് റോൾ. കഴിക്കുക, പേര് വീഴും, പേര് വീഴും. ഞാൻ പറഞ്ഞ സാധാ മീറ്റ് റോൾ ആണെന്ന്. കഴിക്കുക. 10 9 8 7 6 0. അൺഫോർച്ചുനേറ്റ്ലി റുക്സാന ഈ ഗെയിമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. സാരമില്ല, 3000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട് റുക്സാനയ്ക്ക് അല്ലേ? പിന്നെ ഒരു മീറ്റ് റോൾ. ഞാൻ പറഞ്ഞത് സാധാരണ മീറ്റ് റോളാ, ഇത് ചിക്കനാ. ചിക്കനാണ്, ആ അതുകൊണ്ടാണ് പറ്റിയത്. സാരില്ല. ഇവിടെ സീനിയേഴ്സ് എന്ന് പറയുന്ന കുറെ ചെറുപ്പക്കാരന്മാർ നിപ്പുണ്ട്. ഇവർ നമ്മൾ 5 എണ്ണമാണ് പറഞ്ഞത്. സീനിയേഴ്സിന് നമുക്ക് ചുടവേണമെന്ന് കുറച്ച് കൊടുക്കാം. ഒരു 4 എണ്ണം കഴിച്ചാൽ മതി. 120 സെക്കൻഡുള്ള ആരും ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വരൂ വരൂ. യെസ്, ആരാണ് നിങ്ങൾ? ആരാണ്? റുക്സാന തൊട്ടടുത്ത് ഒരു ഘനഗംഭീരനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. എന്താണ് പേര്? സൈനുദ്ദീൻ. സൈനുദ്ദീൻ, എത്ര എണ്ണം കഴിക്കും? 60 സെക്കൻഡ്. ആ 2 എണ്ണം പോരെ? 2 എണ്ണം പോരാ, 3 എണ്ണം. 3 എണ്ണം അല്ല, 4 എണ്ണം കഴിക്കണം. 60 സെക്കൻഡിൽ 4 എണ്ണം. ആ ഇവിടെ 5 എണ്ണമായിരുന്നു പറഞ്ഞിരുന്നത്. എന്താണ്? എന്താ 120 സെക്കൻഡ് എന്ന് പറഞ്ഞ 120 സെക്കൻഡ് അല്ല, 120 സെക്കൻഡ് അല്ല, 120 സെക്കൻഡ്. 120 സെക്കൻഡ് പറഞ്ഞ പറ്റുമോ? ആ ട്രൈ ചെയ്യാം. എത്ര എണ്ണമാണ്? 4 എണ്ണം. 4 എണ്ണം. ആ ഓക്കെ, 120 സെക്കൻഡ് അല്ല, 60 സെക്കൻഡാണ് സമയം. 4 എണ്ണമാണ് കഴിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, റുക്സാന ഒരെണ്ണം പകുതിയായപ്പോഴത്തേനും നിർത്തി, മുക്കാലായപ്പോഴത്തേനും നിർത്തി. വേണ്ട റുക്സാന, ഒരു 2 എണ്ണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. വെറും 2 എണ്ണം കഴിച്ച 2 എണ്ണം ഫുള്ള് തീർക്കും. നോക്കട്ടെ, അതെങ്കിലും പറ്റുമോ നോക്കട്ടെ. വെറും 2 എണ്ണം കഴിച്ചാൽ മതി 60 സെക്കൻഡിനുള്ളിൽ. ഒന്ന് ശ്രമിച്ചു നോക്ക്. റെഡി, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗെയിം സ്റ്റാർട്ട്.
ഒരു വിഷയമല്ല, വെള്ളം വേണം, കുടിച്ചു വേണം. ആഹാ, സൈനു വെള്ളം കുടിച്ചോളൂ. സൈനുവിന്റെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലേ? കൈയടിച്ചേ. യെസ് യെസ് യെസ്. സൈനു വെള്ളം കുടിച്ചോ. 60 സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല. 30 സെക്കൻഡ് കഴിഞ്ഞു. ആഞ്ഞു പിടിക്ക, ഒന്നുകൂടി വെള്ളം കുടിക്ക. സമയം പൊക്കൊണ്ടിരിക്കുന്നു. 10 സെക്കൻഡ് കൂടി മാത്രം. 10, 9, 8, 7, 6. ഏതായാലും നമ്മുടെ ആണുങ്ങളുടെ മാനം കാത്തു. ഏതായാലും സൈനുവിന്റെ സി കേരളത്തിന്റെ സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. ഓക്കേ സൈനു, ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതില്. ഇഷ്ടപ്പെട്ടു, മീറ്റോൾ ഇഷ്ടപ്പെട്ടോ? അങ്ങ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. ഇല്ല, ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ഏതായാലും ഒരുപാട് സന്തോഷം. റുക്സാന 3000 രൂപ. ഓക്കെ, താങ്ക് യു. ഏതായാലും റുക്സാന ഔട്ടായി. ഇനിയും 4 പേര് നമുക്ക് ബാക്കിയുണ്ട്. 4 പേരെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. 4 കണ്ടസ്റ്റന്റുകൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഇവരിലാരാണ് സൂപ്പർ ബമ്പർ കളിക്കാൻ അടുത്തതായി വരുന്നത് നമുക്ക് നോക്കാം. എന്റെ ചോദ്യം ഇതാണ്, വെളിയിൽ നിന്ന് ആരും പറഞ്ഞു കൊടുക്കരുത്. നയൻതാര. എന്റെ പൊന്നെ, പാലും തേനി ഒഴുകുക. നയൻതാരയുടെ ആദ്യ ചിത്രം ഏതാണ്? പറയൂ. മനസ്സിനക്കരെ. തീർച്ചയായിട്ടും മനസ്സിനക്കരെ കയറി ഇരിക്കുകയാണ് നയൻതാര. തീർച്ചയായിട്ടും ശരിയാണ്. പേര് പറയൂ. സുൽഫിക്കർ. സുൽഫിക്കർ. സി കേരള സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം സുൽഫിക്കറിന്. സുൽഫിക്കറെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം അല്ലേ? പോവാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗെയിം എടുത്തോളൂ. ഗെയിമിന്റെ പേരാണ് വൈൻ ഗ്ലാസും വെള്ളിക്കരണ്ടിയും. ഈ ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ കോളേജിലെ കുട്ടികളുടെ തന്നെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ? ഓക്കെ. അപ്പോ വൈൻ ഗ്ലാസും വെള്ളിക്കരണ്ടിയും എന്ന് പറയുന്ന ഗെയിമാണ്. ഇതാണ് നമ്മുടെ വെള്ളിക്കരണ്ടി, അതായത് സ്പൂണ്. ഇതിന്റെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ 3 ബോൾ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു പാത്രവും ഇവിടെ ഒരു വൈൻ ഗ്ലാസും. അതിനകത്ത് ഓരോ ചെറിയ ബോൾ ഇട്ടിട്ടുണ്ട്. ഈ ബോൾ എടുത്ത് ഈ വൈൻ ഗ്ലാസ്സിലിടുക. 120 സെക്കൻഡിനുള്ളിൽ 3 ഗ്ലാസ്സിനകത്ത് നമുക്ക് ഈ ബോൾ നിറയ്ക്കണം. 120 സെക്കൻഡാണ് സമയം. മനസ്സിലായല്ലോ അല്ലേ? ഏതായാലും ഇത് പിടിച്ചോളൂ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സുൽഫിക്കറാണ് മത്സരിക്കുന്നത്. ആദ്യത്തെ ഗെയിമാണ്. 120 സെക്കൻഡിനുള്ളിൽ 3 വൈൻ ഗ്ലാസ് ആണ് നിറയ്ക്കേണ്ടത്. സുൽഫിക്കറാണ് മത്സരിക്കുന്നത്. വൈൻ ഗ്ലാസും വെള്ളിക്കരണ്ടിയും.
ഓക്കെ, മെല്ലെ. 1000 രൂപയുടെ ഗെയിം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. നല്ല കൈയടി. ഓക്കെ, ജയിച്ചിരിക്കുകയാണ്. ബാക്കി കൊണ്ടിട്ടോളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. ഉറപ്പായ സമ്മാനം 1000 രൂപ. താങ്ക് യു. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാം. അതിനു മുന്നേ 1000 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ സുൽഫിക്കറിന് ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. തീർച്ചയായിട്ടും സുൽഫിക്കറെ വരൂ. ഉത്സവമായി, മത്സരമായി, ഉത്സാഹത്തിൻ ഒരുമയുമായി സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം സുൽഫിക്കറിന് 1000 രൂപ. ഓക്കെ, അപ്പോ സുൽഫിക്കർ അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? റെഡിയാണ്. അപ്പോ എടുത്തോളൂ. സുൽഫിക്കറിനുള്ള 2000 രൂപയുടെ ഗെയിം, അതായത് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രി ഗെയിം. ഗെയിമിന്റെ പേരാണ് കാൽപന്ത്. ഇതെന്ത് കളിയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല, ഒരു രക്ഷയില്ല, ആർക്കും പിടികിട്ടുന്നില്ല. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുട്ടികളുടെ തന്നെ ഒരു കുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? ഡാൻസ് വേണോ, പാട്ട് വേണോ? ഡാൻസ്. ആദ്യമായി ഈ നാടൻ പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോ നമ്മുടെ അടുത്ത ഗെയിമാണ് കാൽപന്ത്. കാൽപന്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഇവിടെ നിൽക്കുക, ബോള് പിച്ച് ചെയ്യുക, കാലുകൊണ്ട് തൊഴിച്ച് ബാസ്ക്കറ്റിലിടുക. വെറും 5 ബോൾ ഇട്ടാൽ മതി. നമ്മുടെ സമയം 100 സെക്കൻഡാണ്. ഗെയിമിൽ മത്സരിക്കാൻ പോകുന്നത് സുൽഫിക്കർ ആണ്. റെഡിയല്ലേ സുൽഫിക്കർ? അപ്പോൾ 100 സെക്കൻഡാണ് സമയം. കാൽപന്ത് കളി തുടങ്ങുകയാണ്. ഗെയിം സ്റ്റാർട്ട്. സുൽഫിക്കർ റെഡി? യെസ്. ബോൾ തിരിച്ചിടുക. യെസ്, 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 യെസ്. എത്ര സെക്കൻഡായി? 30 സെക്കൻഡ് കഴിഞ്ഞു. 70 സെക്കൻഡ് കൂടെ ഉള്ളൂ. യെസ്, യെസ്. ഓ ഓ ഓ സുൽഫിക്കറെ 70 സെക്കൻഡ് കിട്ടി. ഓ ഓ 10 9 8 7 ഒരെണ്ണം കൂടെ 6 5
4, 3, 2, 1, 0. ഒരെണ്ണം എന്തായാലും വിട്ടു. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല അല്ലേ? പറ്റിയില്ല. സാരമില്ല. ഏതായാലും ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. കാരണം നമ്മുടെ കോളേജിലെ എനർജി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയതായിരുന്നു. കാരണം പലയിടത്ത് ചെല്ലുമ്പോൾ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ കോളേജിലെ ഒരു എനർജി എന്ന് പറയുന്നത് വല്ലാത്ത രസകരം തന്നെയായിരുന്നു. ഏതായാലും മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പറക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഇഴഞ്ഞു തന്നെ പോകുക. ഇഴയുക, പക്ഷേ മുന്നോട്ട് തന്നെ ഇഴയണം, മുന്നോട്ട് മാത്രം. തീർച്ചയായിട്ടും സി കേരളം സൂപ്പർ ബമ്പറുമായി ഒരു പക്ഷേ നാളെ നിങ്ങളുടെ കലാലയത്തിൽ ഞങ്ങളുണ്ടാവും. അതുവരേക്കും വിട പറയുന്നു. സി കേരളം സൂപ്പർ ബമ്പറിൽ നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.